1991 ശേഷം, അതായത് ശീതയുദ്ധാനന്തര ലോകത്തിൽ വലതുപക്ഷം വലിയ മുന്നേറ്റമുണ്ടാക്കിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ കൺസർവേറ്റീവ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അമേരിക്കയിലെ ട്രംപിസം, യൂറോപ്പിൽ മുഴുവൻ ശക്തിപ്പെടുന്ന വംശീയത. ഇപ്പോൾ മുസോളിനിയെ നേരിട്ട് പ്രകീർത്തിക്കുന്ന ബ്രദേഴ്സ് ഓഫ് ഇറ്റലി പാർട്ടിയുടെ നേതാവാണ് ജോർജിയ മെലോണി. അവരാണ് ഇറ്റലിയിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത്. ഫ്രാൻസിൽ മാരി ലീപെന്നിൻ്റെ തീവ്ര വലതുപക്ഷ പ്രസ്ഥാനം. ഒരുപക്ഷെ അവരടുത്ത പ്രസിഡൻ്റൊക്കെ ആയിക്കൂടായില്ല. ഫ്രഞ്ച് വിപ്ലവം നടന്ന നാടാണ് ഫ്രാൻസ് എന്ന് ഓർക്കണം. റഷ്യയിലെ പുടിൻ എന്ന് പറയുന്നത് റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെയും റഷ്യൻ വംശീയ ദേശീയതയും ചേർന്ന ഒരു പരിസരമാണ് പുടിനെ അവിടെ അധികാരത്തിലിരുത്തുന്ന ഘടകം. ചൈനയിൽ ഹാൻസ് ദേശീയതയാണ്. ഹാൻ വംശജരുടെ ദേശീയതയ്ക്കപ്പുറത്തേക്ക് ചൈനയിൽ എത്രമാത്രം അവരുടെ സ്റ്റേറ്റ് പോളിസി ഒരു ഇഗാലിറ്റേറിയനാണ്, ഡെമോക്രാറ്റിക് ആണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ സംവാദത്തിന് വിധേയമാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ട്രംപിസത്തിൽ തുടങ്ങി ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് ഹിന്ദുത്വമാണ്. അങ്ങനെ ലോകത്തിലെ മേജർ കൺട്രീസിലെല്ലാം ഇത്തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇംഗ്ലണ്ടിലും അവിടുത്തെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ യൂറോപ്പിൽ മൊത്തം AFD എന്ന് പറഞ്ഞ പാർട്ടി, ആൾട്ടർനേറ്റീവ് ഫോർ ഡെമോക്രസി എന്ന് പറഞ്ഞ പാർട്ടി ജർമ്മനിയിൽ വൻ മുന്നേറ്റമാണ്. അവർ നവനാസികളെന്ന്, അവർ ഹിറ്റ്ലറുടെ പടമൊക്കെ വെച്ചിട്ടാണ് പ്രകടനം നടത്തുന്നത്. അപ്പോൾ നവനാസികളുടെ ഉയർപ്പുണ്ടാകുന്നു, തീവ്ര വലതുപക്ഷത്തിൻ്റെ ഉയർപ്പുണ്ടാകുന്നു, തീവ്ര ദേശീയതയുടെ വളർച്ച ഉണ്ടാകുന്നു. ഇന്ത്യൻ കോണ്ടസ്റ്റിലാണെങ്കിൽ ജാതിയും മതവും, യൂറോപ്യൻ കോണ്ടസ്റ്റ് ആണെങ്കിൽ മതവും വംശീയതയും, ഇതിനെയൊക്കെ ആധാരമാക്കിയിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങൾക്ക് വലിയ സ്വാധീനം ഉണ്ടാകുന്നു. ഇതിനെയാണ് കൺസർവേറ്റീവ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ അർത്ഥത്തിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇന്ത്യയിലെ RSS പ്രത്യയശാസ്ത്രത്തെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന ഭരണകൂടവും ട്രംപിസത്തെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന അമേരിക്കൻ ഭരണകൂടവും, ട്രംപിസം എന്ന് പറയുന്നത് അവിടുത്തെ ക്രിസ്ത്യൻ മതമൗലികവാദം, വെള്ളക്കാരൻ്റെ വംശീയ ദേശീയത, ഇസ്ലാമോഫോബിയ, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരാശയ പരിസരത്തെയാണ് നമ്മൾ ട്രംപിസം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ട്രംപിസവും യൂറോപ്പിലെ നവനാസി പ്രസ്ഥാനമൊക്കെ ഐഡിയോളജിക്കൽ കസിൻസാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു പ്രത്യയശാസ്ത്ര സാഹോദര്യം ഇവരെല്ലാം തമ്മിലുണ്ട്. അതും ഒരു കാരണമാണ് എന്നത് ശരിയായ നിരീക്ഷണമാണ്. അതിൻ്റെ കൂടെ പക്ഷേ ഇത് അനിസ്ലാമിക് അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തിനെതിരെ എന്ന ഒരു വാദം യഥാർത്ഥത്തിൽ നിൽക്കില്ല. കാരണം ഏത് ഇസ്ലാമിക ലോകം, ഏത് ഇസ്ലാം എന്ന് നമ്മൾ ആൻസർ ചെയ്യണം. ഇപ്പോൾ ഇറാൻ, അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ടിനെതിരെ അവർ ഇറാനിൽ ബോംബിട്ടു. ഇറാൻ ആർക്കെതിരെ ബോംബിടുന്നത്? ഇറാൻ ഇപ്പോൾ ഇസ്രായേലിലേക്ക് പോലും കാര്യമായി അറ്റാക്ക് ചെയ്യുന്നില്ല. ഇറാൻ അറ്റാക്ക് ചെയ്തത് മുഴുവനും ചുറ്റുവട്ടത്തുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളെയാണ്. മാത്രമല്ല ഇത് ജിഹാദാണെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഷിയാക്കളുടെ ജിഹാദിൽ സുന്നികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ഇസ്ലാമോഫോബിക് എന്ന് പറയുമ്പോഴും ഇസ്ലാമിക ലോകത്തിനകത്തുള്ള ആഭ്യന്തര സംഘർഷങ്ങളെ നമുക്ക് കാണാതെ പറ്റില്ല. ഇപ്പോൾ മറ്റൊരു ഇസ്ലാമിസ്റ്റ് തീവ്ര ഭീകര പ്രസ്ഥാനമാണല്ലോ താലിബാൻ. ഇപ്പോൾ മറ്റൊരു ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാനെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്. പാകിസ്ഥാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് പാകിസ്ഥാനാണ്. മാത്രമല്ല അവിടെ ഇപ്പോൾ പാകിസ്ഥാനിലെ പാക് താലിബാൻ, തെഹ്രീക്ക് ഈ താലിബാൻ ഈ പാകിസ്ഥാൻ. അപ്പോൾ പാക് താലിബാനും അഫ്ഗാനിസ്ഥാൻ താലിബാനും കൂടെ ചേർന്ന് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഈ ഏകീകൃതമായ ഒരു എൻറ്റിറ്റി അല്ല ഇസ്ലാമിക ലോകം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. ഏത് ഇസ്ലാമിനെതിരെ എന്നുള്ളത് കൂടെ വരും. അപ്പോൾ ഹൂത്തികൾ പറയുന്നത് ഞങ്ങൾ നടത്തുന്നത് ജിഹാദാണെന്നാണ്. പക്ഷേ ഹൂത്തികൾ ഫൈറ്റ് ചെയ്യുന്ന ആർക്കെതിരെയാണ്? സൗദി അറേബ്യക്കെതിരെയാണ് പ്രധാനമായിട്ടും. യമനിലെ ഭരണകൂടത്തിനെതിരെയും സൗദിക്കെതിരെയുമാണ് അവരുടെ ഫൈറ്റ്. അപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഹൂത്തികൾ അനിസ്ലാമികമാണ്. കാരണം ഹൂത്തികൾ ഷിയാക്കളാണ്. ഷിയാക്കളെ പലപ്പോഴും മുസ്ലിമുകളായിട്ട് പോലും സുന്നികൾ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊരു ഏകസ്വരൂപം ഇസ്ലാമികം എന്നുള്ള വാക്കിനോ അല്ലെ ഇസ്ലാമിക ലോകം എന്നതിനോ ഇല്ല. നമ്മൾ ഇസ്ലാമോഫോബിക് എന്ന് പറയുമ്പോഴും ഈ ഒരു തലം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സഖ്യശക്തികളാണല്ലോ അവിടുത്തെ പ്രധാനപ്പെട്ട ഇസ്ലാമിക രാജ്യങ്ങൾ. അതൊരു വലിയ പ്രശ്നമല്ലേ? താങ്കൾ ഫലസ്തീനെക്കുറിച്ച് സൂചിപ്പിച്ചതും ശരിയാണ്. ഫലസ്തീനെക്കുറിച്ച് പുണ്യപ്രയാദാസ് ഗുപ്ത എഴുതിയ ഒരു പുസ്തകം, അതിൻ്റെ ടൈറ്റിലാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്. ആ പുസ്തകം അങ്ങനെ വലിയ ഒരു ഗവേഷണ സ്വഭാവമുള്ളതൊന്നുമല്ല. ചീറ്റഡ് ബൈ ദ വേൾഡ് എന്നാണ്. ചീറ്റഡ് ബൈ ദ വേൾഡ്, ലോകം മുഴുവനും വഞ്ചിച്ച ഒരു ജനതയാണ്. അവരെ ആദ്യം വഞ്ചിച്ചത് അവരുടെ അറബ് ബ്രദറൻ തന്നെയാണ്. ആദ്യം വഞ്ചിച്ച് അവരെ നടുക്കടലിലാക്കി മടങ്ങിപ്പോയത് ഈജിപ്താണ്. ഒരേ വംശീയരാണ് അറബികൾ, ഒരേ മതമാണ്. അത്രയും കാലം ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്തു. ഒരു സുപ്രഭാതത്തിൽ അവരെന്ത് ചെയ്തു? ഇസ്രായേലിനോട് ഏകപക്ഷീയമായി സമാധാനം പ്രഖ്യാപിച്ച് അമേരിക്കൻ പക്ഷത്തേക്ക് കൂറുമാറി. അതിനുശേഷം ഇന്ന് വരെ
ഈജിപ്ത് അമേരിക്കയുടെ കൂടെയാണ് നിൽക്കുന്നത്. അതിനിടയ്ക്ക് അവിടെ അറബ് വസന്തത്തിൽ ഹോസ്നി മുബാറക്ക് പുറത്തു പോയി കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ മുഹമ്മദ് മുർസി പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ ആ ഒരു ചുരുങ്ങിയ കാലത്ത് കുറച്ചൊക്കെ സഹായം അവർ ഗാസയ്ക്കൊക്കെ ചെയ്തു. അതും അധികം കാലം നിന്നില്ല. അദ്ദേഹത്തെ അട്ടിമറിച്ച് അവിടെ ജനറൽ സി അധികാരം പിടിച്ചു. ഇപ്പോഴും അവർ പൂർണ്ണമായി അമേരിക്കൻ പക്ഷത്താണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു വൈരുദ്ധ്യവും കൂടി നമ്മൾ കണക്കാക്കിയിട്ട് വേണം ഈ ഒരു വിഷയത്തെ സമീപിക്കാൻ. കേരളത്തിൽ ഇന്ത്യയിലും നമ്മൾ ഫഹദ് പാർട്ടിയുമായിട്ടും അതുപോലെ ഫലസ്തീൻ വിമോചന പ്രസ്ഥാനവുമായിട്ടൊക്കെ ഐക്യപ്പെട്ടത് ഒരു സാമ്രാജ്യത്വ വിരുദ്ധ ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനം എന്ന നിലയ്ക്കാണ്. അതുകൊണ്ട് മഹാത്മാഗാന്ധിയും നെഹ്റുവും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെല്ലാം ഈ ഫലസ്തീൻ വിമോചന പ്രസ്ഥാനത്തിനോടൊപ്പം നിന്നു. 1948 ഇസ്രായേൽ രൂപീകരിച്ചപ്പോഴും ഇന്ത്യ അവരെ അംഗീകരിച്ചില്ല. സോവിയറ്റ് യൂണിയനും അമേരിക്കയും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടും ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തില്ല. കാരണം ശീതയുദ്ധത്തിന് ശക്തമായ ഒരു സാഹചര്യം ലോകത്ത് നിൽക്കുകയാണ്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ അംഗീകരിച്ചു, അമേരിക്ക അംഗീകരിച്ചു, പക്ഷേ ഇസ്രായേലിന് ഇന്ത്യ അംഗീകരിച്ചില്ല. അന്ന് ഇന്ത്യ പറഞ്ഞത് അതൊരു കൊളോണിയൽ സെറ്റിലർ സ്റ്റേറ്റാണ്. ഒരു കൊളോണിയൽ സെറ്റിലർ സ്റ്റേറ്റിനെ 250 വർഷത്തെ കോളനി വിരുദ്ധ പാരമ്പര്യമുള്ള ഭാരതം അംഗീകരിക്കില്ല. അതായിരുന്നു നെഹ്റു ഗാന്ധിയൻ പാരമ്പര്യം. പിന്നെ 1950 മാത്രമാണ് നമ്മൾ അവർക്ക് ഫോർമൽ റെക്കഗ്നിഷൻ കൊടുക്കുന്നത് സ്റ്റേറ്റ് ഓഫ് ഇസ്രായേലിന്. എന്നിട്ടും ഡൽഹിയിൽ ഒരു കോൺസുലേറ്റ് തുറക്കാൻ അനുവദിച്ചില്ല. കോൺസുലേറ്റ് തുറക്കുന്നത് ബോംബെയിലാണ്. 1992 നരസിംഹറാവുവിൻ്റെ കാലത്ത് മാത്രമാണ് ഫുൾ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് അവരുമായിട്ട് സ്ഥാപിക്കുന്നത്. അപ്പോൾ കേരളത്തിലും ഇന്ത്യയിലുമുള്ള വികാരം ഫലസ്തീനികൾക്കൊപ്പമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ 90കൾക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഹിന്ദുത്വ ശക്തികൾക്ക് മേൽക്കൈ ഉണ്ടാകുന്നത്. 98 വാജ്പേയി വരുന്നു. പിന്നീട് 2004 മുതൽ 14 വരെ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്, 14 ശേഷം ഇപ്പോഴും നരേന്ദ്രമോദി. അപ്പോൾ ഇന്ത്യയിൽ 90കൾക്ക് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായിട്ടുള്ള ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ ശാക്തീകരണവും വളർച്ചയും അവരൊരു ഭരണ പ്രത്യയശാസ്ത്രമായി മാറിയതുമാണ് ഈ സമീപനത്തിൽ മാറ്റം വരാനുള്ള കാരണം. അപ്പോൾ പണ്ട് നമ്മൾ വി ആർ വിത്ത് ഫലസ്തീനിയൻസ് ബട്ട് നോട്ട് അഗൈൻസ്റ്റ് ഇസ്രായേൽ എന്നുള്ളതായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിലും ഇന്ത്യ ഇസ്രായേലിനെതിരായിരുന്നില്ല കേട്ടോ. അത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഇസ്രായേൽ സ്റ്റേറ്റിന് നമ്മളെതിരായിരുന്നില്ല. വി ആർ അഗൈൻസ്റ്റ് സയനിസം. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. വി ആർ നോട്ട് അഗൈൻസ്റ്റ് ജ്യൂസ്. ഗാന്ധിയൊക്കെ ജൂതന്മാരുടെ വലിയ ആരാധകരായിരുന്നു. ഗാന്ധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ജ്യൂസ് ആയിരുന്നു. ഗാന്ധി ജ്യൂസിനെ വിളിച്ചത് അൺടച്ചബിൾസ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നാണ്. ക്രിസ്ത്യൻ ലോകത്തിലെ അൺടച്ചബിൾസാണ് ഇവർ. നിങ്ങൾ ഇന്ത്യയിലേക്ക് വരൂ, ഞങ്ങൾ നിങ്ങളെ ഇവിടെ പൂർണ്ണമായി സംരക്ഷിക്കാമെന്ന് പറഞ്ഞ ആളാണ് ഗാന്ധി. ഗാന്ധിയും മാർട്ടിൻ ബൂബർ എന്ന് പറഞ്ഞിട്ടുള്ള സയനിസ്റ്റ് ജൂതചിന്തകനുമായിട്ടുള്ള സംവാദത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്തെല്ലായിടത്തും ഞങ്ങളെ പീഡിപ്പിക്കുകയാണ്. റഷ്യയിൽ രക്ഷയില്ല, അമേരിക്ക രക്ഷയില്ല, യൂറോപ്പിൽ രക്ഷയില്ല. അപ്പം ഗാന്ധി പറഞ്ഞു, ഇന്ത്യയിലേക്ക് പോരെ. ചരിത്രകാലത്തിൽ ഇന്നേ വരെ ജൂതന്മാർ പീഡിപ്പിക്കപ്പെടാത്ത ലോകത്തിലെ ഏക രാജ്യം ഇന്ത്യയാണ്. ഇപ്പോഴും അതുകൊണ്ട് ഇന്ത്യയോട് അത്തരത്തിലുള്ള വളരെ വൈകാരികമായ ബന്ധം ഇസ്രായേൽ വെച്ച് പുലർത്തുന്നുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനകളിലൊക്കെ ഇസ്രായേലിനെതിരായിട്ടുള്ള എല്ലാ പ്രമേയത്തിലും നമ്മൾ അനുകൂലിക്കുകയും ഇസ്രായേലിനെതിരായിട്ട് വോട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴും ഇന്ത്യക്കെതിരായിട്ടൊരു വാക്കുപോലും അവിടുത്തെ ഭരണ നേതൃത്വം പറയാത്തതിൻ്റെ ഒരു കാര്യം ഇതാണ്. ഏതായാലും നമ്മുടെ പോളിസി അതായിരുന്നു, വി ആർ വിത്ത് ഫലസ്തീനിയൻസ് നോട്ട് അഗൈൻസ്റ്റ് ഇസ്രായേൽ എന്നുള്ളതാണ്. ഇപ്പം നേരെ തിരിച്ചായി, വി ആർ വിത്ത് ഇസ്രായേലീസ് നോ ഡൗട്ട്. നമ്മൾ ഇസ്രായേലികളുടെ കൂടെയാണ്, ബട്ട് നോട്ട് അഗൈൻസ്റ്റ് ഫലസ്തീൻസ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം 1974 പാകിസ്ഥാൻ 1000 കട്ട്സ് തിയറി, സുൽഫിക്കർ അലി ഭൂട്ടോയാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത്, പാക് പ്രധാനമന്ത്രി. ഈ 1000 കട്ട് തിയറി എന്ന് പറയുന്നത് ഇന്ത്യയെ നേരിട്ട് യുദ്ധത്തിൽ നിന്ന് തോൽപ്പിക്കാൻ പറ്റില്ല 1971 പരാജയത്തിന് ശേഷം. എന്നാൽ ഇന്ത്യയുടെ രാഷ്ട്ര ശരീരത്തിൽ 1000 മുറിവുകൾ എങ്ങനെ ഏൽപ്പിക്കുക, അങ്ങനെ ഇന്ത്യയെ ബ്ലീഡ് ചെയ്ത് നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ആ പോളിസി നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ക്രോസ് ബോർഡർ ടെററിസം, ഇസ്ലാമിക ടെററിസം ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നത്. അതോടുകൂടി നമുക്കിതിനെ അഭിമുഖീകരിക്കാൻ പറ്റാണ്ടായി. ഇത് ഇന്ത്യയിലെ പബ്ലിക് ഒപ്പീനിയൻ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ വലിയ ഇസ്ലാമിക വിരുദ്ധതയായിട്ട് വളരാനും കാരണമായിട്ടുണ്ട്. അപ്പോൾ ആ ഘടകം അവിടെ. പക്ഷേ കേരളത്തിൽ അതില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും കേരളത്തിൽ വലിയ അളവിൽ സെക്കുലറായിട്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം. ക്രിസ്ത്യൻ ഗ്രൂപ്പിലേക്ക് വന്നാൽ ഇപ്പോൾ കേരളത്തിലൊക്കെ ഏറ്റവും സജീവമായ, ഏറ്റവും ആത്മാർത്ഥമായ സഹകരണം പലപ്പോഴും ഈ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുണ്ടായിരുന്നു. പലപ്പോഴും ചില തീവ്ര ഹിന്ദുത്വ ശക്തികളൊക്കെ പറയുമായിരുന്നു, ഈ ക്രിസ്ത്യാനികളും മാപ്പിളമാരും ചേർന്ന് ഐക്യപ്പെട്ടിട്ട് നമ്മളെ അരിക്കാക്കി എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. എന്നാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നെനിക്ക് തോന്നുന്നത് 2014 ISISൻ്റെ ഉദയമാണ്. ISIS നോർത്തേൺ സിറിയയും നോർത്തേൺ ഇറാഖുമാണ് അവരുടെ കയ്യിൽ വന്നത്. ആ പ്രദേശം ഈ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഒരു ആത്മീയ കേന്ദ്രമാണ്. കാരണം ഈ സിറിയൻ ക്രിസ്ത്യൻസിന് യഥാർത്ഥത്തിൽ ആൻറ്റിയോക്ക് ഈ സിറിയയാണ് നമ്മുടെ ഒരു കേന്ദ്രം. സുറിയാനി ക്രിസ്ത്യാനികളുടെ ലിറ്റർജിക്കൽ ലാംഗ്വേജ് സിറിയക്കായിരുന്നു.
അപ്പോൾ അങ്ങനെ വൈകാരികമായ ബന്ധം ആ പ്രദേശമായിട്ടുണ്ട്. അവിടെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭരണം പിടിച്ചതോടുകൂടി അവിടുത്തെ പല ബിഷപ്പുമാരെ അടക്കം കൊലപ്പെടുത്തുകയും നൂറുകണക്കിന്, അവിടെ കുറച്ച് ആളുകളേ ഉള്ളൂ, അറബ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് ചെറിയ വിഭാഗമാണ്, അവരെയൊക്കെ മാരകമായി ഇല്ലായ്മ ചെയ്യുകയും ചെയ്തു. അത് വലിയ ഒരു വിരുദ്ധത കേരളത്തിലെ മുഖ്യ ക്രൈസ്തവ വിഭാഗമായ സിറിയൻ ക്രിസ്ത്യൻസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ഘടകമാണ്. പിന്നെ ഹാഗിയ സോഫിയ വിവാദം അടക്കമുള്ളത് കേരളത്തെ ബാധിച്ചിട്ടുണ്ട്. മറ്റൊന്നത് കേരളത്തിലെ തന്നെ അധികാര ബന്ധത്തിൽ വന്നിട്ടുള്ള അസന്തുലിതാവസ്ഥ എന്ന് വെച്ചാൽ കേരള കോൺഗ്രസും ലീഗും ഒക്കെ ബാലൻസ് ചെയ്തിരുന്ന ഒരു അധികാര ബന്ധമുണ്ടായിരുന്നു. അതിനകത്ത് മുസ്ലിം ലീഗിന് മേൽക്കൈ കിട്ടുന്നു. 5ാം മന്ത്രി വിവാദം അടക്കമുള്ള കാര്യങ്ങൾ വന്നപ്പോൾ കേരളത്തിൻ്റെ ശാക്തിക ബന്ധത്തിൽ ക്രിസ്ത്യാനികൾ പിന്നോട്ട് പോകുന്നു. അവർ ഇതിനു മുമ്പ് അവരുടെ സ്വാധീന മേഖലയായിരുന്നതൊക്കെ മുസ്ലിം വിഭാഗങ്ങളുടെ കൈകളിലേക്ക് വരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസം. ക്രിസ്ത്യാനികളുടെ ഒരു വലിയ മേഖലയായിരുന്നു. ഈ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ധാരാളം നല്ല സ്ഥാപനങ്ങൾ മുസ്ലിം വിഭാഗങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്നു. അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഘർഷമുണ്ടല്ലോ, അതൊക്കെ ഒരു സാമൂഹിക സംഘർഷം ഉണ്ടാക്കി. ഇതെല്ലാം ചേർന്നിട്ടാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ കാസ പോലെയുള്ള തീവ്ര പ്രസ്ഥാനങ്ങൾക്ക് അതിനൊന്നും വലിയ അടിത്തറയൊന്നുമില്ല. പക്ഷേ അത് പ്രക്ഷേപണം ചെയ്യുന്ന ആശയത്തിന് വലിയ സ്വീകാര്യത ഉണ്ടാക്കുന്നുണ്ട്. അതാണ് സംഘടനാപരമായ കാസ ഒന്നുമല്ല, പക്ഷേ അവർ സംപ്രേഷണം ചെയ്യുന്ന ഈ ഇസ്ലാമോഫോബിക് ആശയത്തിന് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ധാരാളം സാധാരണ വിശ്വാസികളെ ഒത്തിരി പേരെ അവരത് സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ലവ് ജിഹാദ് ഡിബേറ്റ്. ലവ് ജിഹാദിൽ ലവ് ജിഹാദ് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ചില ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇപ്പോഴും ജയിലിൽ കിടപ്പുണ്ട്, കൺവേർട്ട് ചെയ്യപ്പെടുകയും ISISലേക്ക് ആടുമേച്ച് ജീവിക്കാൻ പോവുകയും അങ്ങനെ സിറിയയിൽ നിന്ന് പിടിക്കപ്പെട്ടവരുണ്ട്. അഫ്ഗാനിസ്ഥാൻ്റെ ജയിലിൽ കിടക്കുന്ന കുട്ടികളുണ്ട്. നമ്മളൊക്കെ ഇവിടെ അവരുടെ വിമോചനത്തിന് വേണ്ടിയിട്ടൊക്കെ ഇവിടുത്തെയുള്ള സാമൂഹ്യ സംഘടനകളൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതുമാണ്. പക്ഷേ ഇപ്പോഴും അത് സാധ്യമായിട്ടില്ല, നമുക്കൊക്കെ അറിയാവുന്ന കാര്യം. അപ്പോൾ ഒരു കേസാണെങ്കിൽ ഒരു കേസ് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഈ കേരള സ്റ്റോറീസ് പോലെയുള്ള പ്രൊപ്പഗാൻഡ സിനിമകളൊക്കെ എടുത്തിട്ട് കേരളത്തിലുള്ള നൂറുകണക്കിന് ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികൾ ലവ് ജിഹാദിന് വിധേയമായി നശിപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംവാദം ഉണ്ടാക്കി. ഇതിനൊക്കെ ചെറിയ രൂപത്തിലാണെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഫാൾസ് പ്രൊപ്പഗാൻഡ ഇത് സാധാരണക്കാരായിട്ടുള്ള കുറേ ക്രിസ്ത്യാനികളെ ഇത് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇസ്ലാമോഫോബിക് എന്നത് കേരളത്തിൽ വളർന്നു വന്നത്. അതോടൊപ്പം യൂറോപ്പിലെ അമേരിക്കയിലേക്കുമുള്ള ക്രിസ്ത്യാനികൾ അവർ ഇപ്പോൾ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ 2000 വർഷം കഴിഞ്ഞല്ലോ. ക്രിസ്തുവിൻ്റെ കുരിശാരോഹണവും മരണവും കഴിഞ്ഞിട്ട് 2000 വർഷം കഴിഞ്ഞു. അപ്പോൾ ചില സാമ്പ്രദായികമായ ചില വിശ്വാസങ്ങളൊക്കെ പ്രകാരം 2000 വർഷം കഴിയുമ്പോൾ ഈ ക്രിസ്തുവിനെ കുരിശിൽ തറച്ച് കൊന്നതിൻ്റെ ശാപം ജൂതന്മാർക്കില്ലാതാവും എന്നാണ്. കാരണം ജൂതന്മാരാണല്ലോ പറയുന്നത്, റോമക്കാരല്ല. പിലാത്തോസ് കൈ കഴുകി പറഞ്ഞു ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയുമ്പോൾ അവിടെ കൂടിയിരുന്ന ജൂത പുരോഹിത സംഘത്തിൻ്റെ പ്രതിനിധികൾ, സപ്പോർട്ടേഴ്സ്, സന്നിഹിദ്രീൻ കയ്യാഫാസ് എന്ന് പറയുന്ന മഹാപുരോഹിതൻ്റെ അദ്ദേഹമാണെന്ന് ജൂതന്മാരുടെ മഹാപുരോഹിതൻ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിണിയാളുകളും കിങ്കരന്മാരുമാണ് വിളിച്ചു പറയുന്നത്, നിങ്ങളിതിൽ പങ്കെടുക്കൊന്നും വേണ്ട, ഞങ്ങളുടെയും ഞങ്ങളുടെ തലമുറകളുടെയും മേലെ ഈ പാപം പതിഞ്ഞോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് വിളിച്ചു പറയുന്നത്. അങ്ങനെയെങ്കിലും നിങ്ങൾ ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കാൻ അനുമതി നൽകണമെന്നാണ് അവർ ഈ പറയുന്നത്. അപ്പോൾ ആ പാപക്കറ 2000 വർഷം കൊണ്ട് തീർന്നു എന്നൊക്കെയാണ് സങ്കല്പം. അപ്പോൾ ഈ ക്രിസ്ത്യൻ ലോകത്തിൻ്റെ ഒരു മതപരമായ താല്പര്യമാണ് ഈ അബ്രാഹാമിന് ദൈവം വാഗ്ദാനം ചെയ്ത വാഗ്ദത്ത ഭൂമിയിൽ, ഇന്നത്തെ കനാൻ ദേശത്തിൽ ജൂതരാഷ്ട്രം പുനഃസ്ഥാപിക്കേണ്ടത് എന്ന് കരുതുന്ന വിശ്വാസികൾ ധാരാളമുണ്ട്. യൂറോപ്പിൽ ഈ ഗ്രൂപ്പിനെ ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്ത്യൻ സയനിസത്തിൻ്റെ ആശയങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൽ വലിയ വേരോട്ടമുണ്ടാകുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഒരു ക്രിസ്ത്യൻ സയനിസ്റ്റാണ്. അതുകൊണ്ടാണ് ജൂതന്മാർ പറയുന്നത് അവരുടെ എറ്റേണൽ ക്യാപിറ്റൽ ജെറുസലേമാണെന്നാണ്. അത് അംഗീകരിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. 2018 അദ്ദേഹം അമേരിക്കയുടെ കോൺസുലേറ്റ് ടെല്ലവീവിൽ നിന്ന് ജെറുസലേമിലേക്ക് മാറ്റി. അപ്പോൾ ഇത്തരത്തിൽ ലോകത്തിലെ പല ഭരണാധികാരികളും ക്രിസ്ത്യൻ ലോകത്തിൽ ക്രിസ്ത്യൻ സയനിസ്റ്റുകളായി മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രാദേശികമായ ഘടകങ്ങളും അന്താരാഷ്ട്ര രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ ചേർന്നിട്ടാണ് ഈ
ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് കേരളത്തിലെ ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ ഭാഗത്തുണ്ടായത്. അതോടൊപ്പം നിങ്ങളെ ഇസ്ലാമിക ലോകം വിഴുങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ ഹിന്ദുത്വ ശക്തികൾക്ക് കൂടി കഴിഞ്ഞു. അപ്പം നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളെ ഉള്ളൂ എന്ന് അവരുടെ വാദത്തിന് കുറച്ച് ആളുകളിൽ എങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അവരുടെ കൂടെ അങ്ങ് കൂടിയേക്കാം എന്ന് കുറച്ച് ആളുകൾ വിചാരിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള പല ഘടകങ്ങളുമുണ്ട്. അപ്പോൾ അതിനെ വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജിൽ നമ്മൾ പറയുന്നത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം എന്നാണ്. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം വളരെ ലളിതമാണ്. ക്രിസ്മസ് ആകുമ്പോൾ ഒരു ക്രിസ്മസ് കേക്കുമായിട്ട് എല്ലാ അരമനകളിലും പോവുക, അതുപോലെ ഈസ്റ്റർ ആകുമ്പോൾ ഈസ്റ്റർ മുട്ടയുമായി പോവുക, ഇങ്ങനെയൊക്കെയുള്ള ചില കലാപരിപാടികളാണ്. പക്ഷേ അതൊക്കെ ഒരു പരിധി വരെയെങ്കിലും ലക്ഷ്യം കാണുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടാണ് ഇന്ന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ ക്രിസ്ത്യൻ മുസ്ലിം എന്ന നിലയ്ക്ക് കേരളത്തിലൊരു സംഘർഷം രൂപപ്പെട്ടു വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യമായി ചെയ്യുന്നത് എന്താ? ഫലസ്തീൻ വിഷയത്തെ മതപരമായി കാണുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെയുള്ളത് ജൂതൻ, ഇവിടെയുള്ളത് അറബി മുസ്ലിം. അവിടെയുള്ളത് ജൂതനാണ്, ഇവിടെയുള്ളത് അറബി മുസ്ലിമാണ്. അത് ഞങ്ങളെല്ലാം മുസ്ലിമുകൾക്കെതിരാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ഇസ്രായേലിനൊപ്പമാണ്. ലളിത സമവാക്യത്തിലേക്ക് നമ്മൾ കാര്യങ്ങളെ കാണുകയും ഇസ്രായേലിന് കീജയ് വിളിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുകയും ചെയ്തു. അതിൻ്റെ കൂടെ ഇവിടെ ധാരാളം കെയർ ഗിവേഴ്സ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. കാരണം ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിലാണ് വലിയൊരു ശതമാനം കെയർ ഗിവേഴ്സായിട്ട് ഇസ്രായേലിലേക്ക് പോകുന്നത്. ഏകദേശം 18,500ഓളം ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള ജോലിക്കാരായിട്ട്. അതിലധികവും കെയർ ഗിവേഴ്സാണ്. അവർക്കൊക്കെ വളരെ മാന്യമായ പെരുമാറ്റവും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത് വാസ്തവമാണ്. നല്ല പേയ്മെൻ്റ് ഉണ്ട്, വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ മാന്യമായിട്ടുള്ള പെരുമാറ്റം ഇസ്രായേലിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അവരെ ഒരു ഇസ്രായേൽ ആരാധകരാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും സംഘർഷമൊക്കെ ഉണ്ടാക്കി അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങളിവിടെ സേഫാണ്, ഈ തീവ്രവാദികളെ കൊണ്ടൊരു രക്ഷമില്ല, ഇവരിങ്ങോട്ട് ബോംബ് അയക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുകയും ചെയ്യും. അപ്പോൾ ഈ ഇസ്രായേലിൽ പ്രവാസികളായ ആളുകളുടെ കുടുംബങ്ങൾ അവരുടെ ഒരു മനോഭാവമൊക്കെ ഒരു പരിധിവരെ പ്രോ ഇസ്രായേലായി ശക്തമായി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതായിട്ട് നിലനിൽക്കുന്നു. അത് വേറൊരർത്ഥത്തിൽ പലസ്തീൻ വിരുദ്ധമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യവുമുണ്ട്.